അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ എപ്പിസോഡിൽ സൂറത്ത് ഖലമിലെ ആദ്യത്തെ ആയത്തിനാണ് നമ്മൾ ആദ്യത്തെ ആയത്താണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. ജബ്ബാറിൻ്റെ പിച്ചും പേയും സംബന്ധിച്ച് പറഞ്ഞു കൊണ്ട് തുടങ്ങിയിട്ടുള്ളത്. ഈ സൂറത്ത് ഖുർആനിലെ 68-ാമത്തെ സൂറയാണ്. അതിൽ 52 ആയത്തുകളാണുള്ളത്. അതിലെ 3-ാമത്തെ ആയത്ത് വഇന്ന ലക ലഅജ്റൻ ഗൈറ മംനൂൻ വഇന്നക ലഅലാ ഖുലുഖിൻ അളീം ഫസതുബ്സിറു വയുബ്സിറൂൻ ബിഅയ്യികുമുൽ മഫ്തൂൻ. ഇതാണ് 3, 4, 5, 6 ആയത്തുകൾ. ഇവിടെ ജബ്ബാർ പറയുന്നൊരു കള്ളം, ഇവർക്ക് തന്നെ കള്ളം പറയണതിൽ യാതൊരു മടിയുണ്ടാവില്ലോ. കാരണം യുക്തിവാദികൾ എന്നാണ് ഇവർ സ്വയം പറയാം. പണ്ടൊക്കെ അങ്ങനെ പറഞ്ഞു, എപ്പോഴാണ് നാസ്തികന്മാർ എന്നുള്ള പേര് സ്വീകരിച്ചത്. അതുകൊണ്ട് യുക്തിവാദിക്ക് തൻ്റെ കുയുക്തി തെളിയിക്കാൻ വേണ്ടി എന്തും കള്ളം പറയാമെന്ന് ജബ്ബാർ പറയണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുറത്തുകയറി കൊത്തി എന്നാണ്. മുറത്തുകയറി കൊത്തി പറഞ്ഞാൽ ഖുറൈശികൾ ആരാധിച്ചു വരുന്ന വിഗ്രഹങ്ങളുടെ പൊള്ളത്തരം ലോകത്ത് ഏതൊരു ബഹുദൈവ വിശ്വാസിയും അയാൾ വച്ചു പുലർത്തുന്ന പൊള്ളത്തരം എടുത്തു പറയാന്നുള്ളത് ഏത് കാലഘട്ടത്തിലുള്ള പ്രവാചകന്മാർ മാത്രമല്ല, വിഗ്രഹാരാധനയെ എതിർത്ത് പോന്നിട്ടുള്ള എല്ലാവരും ചെയ്തിട്ടുള്ള സംഗതിയാണത്. അപ്പോൾ ഈ രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൗഹീദ് ആയിട്ട് പ്രചരിപ്പിക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ ഏകത്വത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുമ്പോൾ നിങ്ങൾ അള്ളാഹുവിൻ്റെ ഏകത്വം അംഗീകരിക്കണം എന്ന് മാത്രമല്ല, ഒരാശയത്തെപ്പറ്റി പറയുമ്പോൾ അതിൻ്റെ നിഷേധാത്മകവും അതോടൊപ്പം തന്നെ നിർമ്മാണാത്മകവുമായിട്ടുള്ള 2 വശം പറയുമ്പോഴാണ് ഒരു കാര്യം അതിൻ്റെ ശരിയായ രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയുക. അപ്പോൾ അള്ളാഹുവിൻ്റെ ഏകത്വം അംഗീകരിക്കണം എന്ന് പറയുമ്പോൾ ജനങ്ങളോട് ബഹുദൈവത്വത്തെ സംബന്ധിച്ച് പറയേണ്ടി വരും, അതിനെ എതിർക്കേണ്ടി വരും, അതിനുള്ള ബുദ്ധിശൂന്യത അവരോട് പറയേണ്ടി വരും. ഇതിനെപ്പറ്റിയാണ് ജബ്ബാർ പറഞ്ഞത് മുറത്ത് കയറി കൊത്തുക, എന്നിട്ട് അവിടെ നിർത്തിയോ. എന്നിട്ട് പിന്നെ ജബ്ബാർ പറഞ്ഞത് എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവരുടെ വിഗ്രഹങ്ങളെ വിഗ്രഹങ്ങളിൽ എന്താണ് ഈ മലാഭിഷേകം ചെയ്തിരുന്നു എന്നാണ്. വിഗ്രഹത്തിൽ മലം പുരട്ടിയിരുന്നു എന്നാണ്. എവിടെ നിന്നാണ് ജബ്ബാറിന് ഇത് കിട്ടിയിട്ടുള്ളത്? ജാതി കള്ളത്തരം നുണ പറഞ്ഞിട്ട് വേണം ജബ്ബാറിനും ജബ്ബാറിൻ്റെ ആളുകൾക്കും തങ്ങളുടെ ഈ കോപ്രായങ്ങൾ, തങ്ങളുടെ ഈ പിച്ചും പയും ജനങ്ങളെ കൊണ്ട് അംഗീകരിപ്പിക്കാനെന്നാണല്ലോ അതിൻ്റെ അർത്ഥം. മലം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ള മാന്യതയുള്ള മനുഷ്യൻ കൈകൊണ്ട് എന്ന് മാത്രമല്ല, എന്തെങ്കിലും സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പോലും തൊട്ടിട്ട് അയാൾക്ക് എത്ര തന്നെ വെറുപ്പുണ്ടെങ്കിലും ആ വെറുപ്പുള്ള ആളുകളുടെ യാതൊന്നിലും മലം പുരട്ടാനുള്ളൊരു സംഗതി മാന്യന്മാരായിട്ടുള്ള ആരും ചെയ്യൂല. ഇത് ഖുറൈശികൾ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കളാരും ആരോപിച്ചിട്ടില്ലാത്തൊരു സംഗതിയാണ് ജബ്ബാർ പറഞ്ഞത്. അപ്പോൾ ഇത്രയ്ക്ക് വലിയ നുണ പറയാൻ മാത്രം ഇവർ വളർന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതിലൂടെ അവർക്ക് ഇസ്ലാമിനെ തകർക്കാൻ കഴിയുള്ളൂ. പിന്നെ പറയുന്നത് എന്താണ്, മലം പുരട്ടുക, അതുപോലെ തന്നെ വിഗ്രഹങ്ങളെ കെട്ടിത്തൂക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയാണ് വിഗ്രഹത്തെ കെട്ടിത്തൂക്കിയിരുന്നത്? ജബ്ബാർ തെളിയിക്കേണ്ട ഒരു സംഗതിയാണത്. അതേ അവസരം ചരിത്രത്തിൽ വേറെ ചില ആളുകൾ അവരുടെ പിതാക്കന്മാരെ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ആളുകളെ ഈ അന്ധവിശ്വാസത്തിൽ നിന്ന് പുറത്ത് കൊണ്ടുവരാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്ത സംഭവങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളർത്തിയെടുത്ത മക്കയിലെ മുഹാജിറുകളോ അവരാരും ഇങ്ങനൊരു സംഗതി ചെയ്തതായിട്ട് ചരിത്രത്തിൽ അവിടെ നമുക്ക് കാണാൻ കഴിയില്ല. എന്നിട്ടാണ് ജബ്ബാർ പറഞ്ഞത് മലം പുരട്ടുക, വിഗ്രഹങ്ങൾക്ക് മേലും മലം പുരട്ടുകയും അതിനെ കെട്ടിത്തൂക്കുകയും ഒക്കെ ചെയ്തിരുന്നത് എന്ന് മാത്രമല്ല, ഇവിടെയും ജബ്ബാർ അബൂജഹലിൻ്റെ ഏറ്റവും നല്ല ഫീസില്ലാത്ത വക്കീലായി രംഗത്ത് വരുന്നുണ്ട്. അബൂജഹലിനെ പറ്റി മൂപ്പര് പറയണത് എന്താണ്,
നല്ല ഒരു ജനാധിപത്യ ബോധമുള്ള ആൾ. അയാൾ മുഹമ്മദുമായിട്ട് സമവായത്തിന് ശ്രമിച്ചിരുന്നു എന്നൊക്കെയാണ് ജബ്ബാർ പറയുന്നത്. സമവായത്തിന് ശ്രമിച്ചിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ സമവായത്തിന് ശ്രമിക്കുമ്പോൾ ഈ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ഒക്കെ നിലനിർത്തിക്കൊണ്ടുള്ള സമവായമാണ് അവരുദ്ദേശിക്കുന്നത്. ഇവിടെ അന്ധവിശ്വാസത്തിന് എതിരിൽ പ്രവർത്തിക്കുന്ന ഒരു ആളെ സംബന്ധിച്ചിടത്തോളം, വിശേഷിച്ചും അയാൾ രാഷ്ട്രീയക്കാരനല്ല, വോട്ട് കിട്ടേണ്ട ആളല്ല എങ്കിൽ അയാൾ അത്തരത്തിലുള്ള സമവായത്തിന് നിൽക്കുവാനുള്ളത് ഉറപ്പാണ്. അത് ഖുറൈശികൾക്കും അറിയാം മുഹമ്മദിനെ സമവായത്തിനൊന്നും കിട്ടൂല എന്നുള്ളത്. എന്നിട്ട് ജബ്ബാർ അതിൻ്റെ പേരിലാണ് അബൂജഹലിന് നല്ല സർട്ടിഫിക്കറ്റ് നൽകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മോശമാക്കി ചിത്രീകരിക്കുക, അബൂജഹലിനെ മഹത്വവൽക്കരിക്കുക എന്നുള്ളതാണ് ജബ്ബാറിൻ്റെ രീതി. അപ്പോൾ ഈ പിച്ചും പായും പറയുമ്പോൾ ജബ്ബാറിന് അതിൽ ചില ആത്മരതി കൊള്ളാണ്. അയാൾക്ക് സംതൃപ്തി ഉണ്ടാകും. അതൊക്കെ അയാൾ അനുഭവിച്ചോട്ടെ, നമ്മൾക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെയുള്ള കള്ളത്തരങ്ങൾ പറഞ്ഞിട്ട് വേണം ഖുർആൻ എതിർക്കാൻ എന്നുള്ളത് ജബ്ബാറിനെ പോലുള്ള ആളുകളുടെ ബുദ്ധിപരമായിട്ടും വൈജ്ഞാനികമായിട്ടുമുള്ള ഏറ്റവും മോശപ്പെട്ട ഒരവസ്ഥയെയാണ് കുറിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത് വഇന്ന ലക ലഅജ്റൻ ഗൈറ മംനൂൻ, താങ്കൾക്ക് അറ്റുപോകാത്ത, നശിച്ചു പോകാത്ത, അല്ലെങ്കിൽ മുറിഞ്ഞു പോകാത്ത പ്രതിഫലമുണ്ട് എന്നാണ്. എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ പ്രതിഫലം നൽകുന്നത്? നബി അനുഭവിക്കുന്ന മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരു സമൂഹത്തിൽ നിന്ന് പീഡനങ്ങൾ, കുക്കിവിളികൾ, കല്ലേറുകൾ, ഭത്സനങ്ങൾ ഒക്കെ കേൾക്കേണ്ടി വരുമ്പോൾ ആ മനുഷ്യനുണ്ടാകുന്ന മാനസികമായിട്ടുള്ള പ്രയാസമുണ്ട്. അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കായികമായിട്ടുള്ള മർദ്ദനങ്ങൾ സഹിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ച് ആശ്വസിപ്പിച്ചുകൊണ്ട് പറയാൻ മാത്രമല്ല, അയാൾക്ക് യഥാർത്ഥത്തിൽ തന്നെ അള്ളാഹു നൽകാൻ, ഇതിൻ്റെയൊക്കെ പേരിൽ നൽകാൻ ഉദ്ദേശിച്ചിട്ടുള്ള ആ പ്രതിഫലത്തെ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത്. വഇന്ന ലക ലഅജ്റൻ ഗൈറ മംനൂൻ. ഇതിനൊരു വിശദീകരണമില്ല എന്ന് വെക്കുക. ജബ്ബാർ പറഞ്ഞ മാതിരി ഒരു വിശദീകരണം ഇല്ലെങ്കിൽ തന്നെ ഇതൊരു മനുഷ്യന് മനസ്സിലാവുന്നതാണ്. എങ്ങനെ ജബ്ബാറിന് പറയാൻ കഴിയുക? വഇന്ന ലക ലഅജ്റൻ ഗൈറ മംനൂൻ. പിന്നത് ആരോട് പറയുന്നു എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാവില്ല എന്ന് പറയാം. അതിനാണല്ലോ ഖുർആൻ ആരോടാണ് സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടത്. അത് ഖുർആൻ തന്നെ അത് പറയുന്നുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളതെങ്കിൽ ആ നബിയോടാണ് ഖുർആൻ ഇത് ഒന്നാമതായിട്ട് പറയുന്നത്. തദ്വാര ഖുർആൻ പാരായണം ചെയ്യുന്ന, ഇസ്ലാമിൻ്റെ മാർഗത്തിലൂടെ മുമ്പോട്ട് പോകുന്ന, ഖുർആനിൻ്റെ മാർഗത്തിലൂടെ മുമ്പോട്ട് പോകുന്ന ആളോടുള്ള സംബോധനയാണിത്. വഇന്ന ലക ലഅജ്റൻ ഗൈറ മംനൂൻ. ഇതിനൊരു തഫ്സീറിൻ്റെ ആവശ്യമല്ല. ജബ്ബാറിന് മനസ്സിലാവില്ലെങ്കിൽ അത് ജബ്ബാറിൻ്റെ ബുദ്ധിമോശം കൊണ്ട് എന്ന് മാത്രമേ അതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ. വഇന്ന ലക ലഅലാ ഖുലുഖിൻ അളീം. തുടർന്ന് പറഞ്ഞത് താങ്കൾ മഹത്തായിട്ടുള്ള സ്വഭാവത്തിലായിരുന്നു. ഇവിടെ ജബ്ബാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ കൊച്ചാക്കി കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വളരെ മോശപ്പെട്ട ഒരു സ്വഭാവക്കാരൻ എന്നാണ് ജബ്ബാർ പറഞ്ഞത്. ഇവിടെ ഖുർആൻ്റെ പ്രയോഗം എന്താണ്? വഇന്നക ലഅലാ ഖുലുഖിൻ. അലാ ഖുലുഖിൻ എന്ന് മാത്രം പറഞ്ഞ് നിർത്തിയിരുന്നെങ്കിൽ ജബ്ബാർ പറഞ്ഞതിൽ കുറച്ചൊക്കെ കാര്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. പക്ഷേ ഇവിടെ അലീം എന്ന് പറയുന്നുണ്ട്. അലീം എന്ന് പറഞ്ഞാൽ എന്താ? അതിമഹത്തായിട്ടുള്ള എന്നാണ്. അപ്പോൾ അതിമഹത്തായിട്ടുള്ള സ്വഭാവത്തിൻ്റെ ഉടമയാണ് താങ്കൾ. ജബ്ബാർ പറയുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോശം സ്വഭാവക്കാരനായിരുന്നെങ്കിൽ ഖുറൈശികൾ ഒപ്പം പറയില്ലേ? നബിയുടെ മക്കയിലെ ശത്രുക്കൾ ഉടനെ പറയുമായിരുന്നു, മുഹമ്മദ് അയ്യാദി അവകാശവാദമൊന്നും ഉന്നയിക്കേണ്ട, എൻ്റെ സ്വഭാവം ഞങ്ങൾക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കയിലെ ആ കാലഘട്ടത്തിലുള്ള, മക്കയിലാണല്ലോ അവതരിക്കുന്നത്, ഏതെങ്കിലും ഒരു ശത്രു ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ ഓതി കേൾപ്പിച്ചപ്പോൾ നബിയോട് പറഞ്ഞോ, മുഹമ്മദേ ഈ അവകാശവാദം ഞങ്ങൾക്ക് സ്വീകാര്യമല്ല, നിൻ്റെ ഇന്ന സ്വഭാവം അത് വളരെ മോശമാണെന്ന് ഏതെങ്കിലും ഒരു ശത്രു നബിയോട് പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ഈ ജബ്ബാറിനേക്കാൾ എത്ര മാന്യത ഉള്ളവരായിരുന്നു മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കൾ എന്ന് ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നിട്ട് പിന്നെ ജബ്ബാർ പറഞ്ഞത് ആയിഷ റളിയല്ലാഹു അൻഹായോട് പിന്നീട് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കാന ഖുലുഖുൽ ഖുർആൻ, നബിയുടെ സ്വഭാവം ഖുർആനായിരുന്നു. അതിന് ആയിഷ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളതാണ്.
എന്നിട്ട് ജബ്ബാർ പറഞ്ഞത് ആയിഷ നബിയെ ട്രോളായിരുന്നു എന്നാണ്. അപ്പോൾ ജബ്ബാറിനെ പോലുള്ള ബുദ്ധിഹീനരായിട്ടുള്ള ആളുകൾക്കല്ലാതെ അങ്ങനെ പറയാൻ കഴിയില്ല. മാത്രമല്ല ചിലപ്പോൾ ജബ്ബാറിന് തൻ്റെ ഭാര്യയുടെ അടുത്ത് നിന്ന് ഇങ്ങനെയുള്ള ട്രോളുകളൊക്കെ കിട്ടുന്നുണ്ടാവും ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ അവനവൻ്റെ അനുഭവമാണല്ലോ ഓരോരുത്തരും പറയാം. അത് വച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആയിഷ ബീവി ട്രോളായിരുന്നു എന്ന് പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആയിഷ ബീവിയും അവരുടെ വൈവാഹിക ജീവിതത്തിൽ ഒരു പെണ്ണിന് ലോകത്ത് അനുഭവിക്കാവുന്ന എത്ര സുന്ദരമായിട്ടുള്ള സ്നേഹമസൃണമായിട്ടുള്ള ജീവിതമാണ് ആയിഷ റളിയല്ലാഹു അൻഹാക്ക് കിട്ടിയിട്ടുള്ളതെന്ന് ഇസ്ലാമിക ചരിത്രം, വിശേഷിച്ചും നബിയും ആയിഷയുമായുള്ള ചരിത്രം പഠിക്കുന്ന ഏതൊരു ചരിത്ര വിദ്യാർത്ഥിക്കും മനസ്സിലാക്കാൻ കഴിയുന്നൊരു സംഗതിയാണ്. എന്നിട്ടാണ് ആ ഒരു ജീവിതത്തെ, മാതൃകാപരമായിട്ടുള്ള ആ ജീവിതത്തെ എടുത്തിട്ട് ജബ്ബാർ ആയിഷ റളിയല്ലാഹു അൻഹ നബിയെ ട്രോളായിരുന്നു എന്ന് പറഞ്ഞത്. ഇത്രക്ക് ബുദ്ധികെട്ട ഒരു സാധനമാണ് ജബ്ബാർ എന്നുള്ളത് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് ജബ്ബാറിനെ മന്ദബുദ്ധി എന്നും കാര്യങ്ങൾ തിരിയാത്ത ആളെന്നൊക്കെ നമുക്ക് പറയേണ്ടി വരുന്നത്. ഏത് മനുഷ്യനോടും എത്ര വിരോധം ഉണ്ടെങ്കിലും ഇല്ലാത്തത് കള്ളത്തരം പറഞ്ഞുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ്റെ സമനില എത്രമാത്രം തെറ്റിയിട്ടുണ്ടാവുമെന്നും ആ മനുഷ്യൻ്റെ യഥാർത്ഥ അവസ്ഥ എന്താണെന്നുള്ളതും അത് കേൾക്കുന്ന അല്ലെങ്കിൽ അയാളെ വായിക്കുന്ന ഏത് മനുഷ്യനും മനസ്സിലാക്കാവുന്ന ഒരു സംഗതിയാണ്. അത് യഥാർത്ഥത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹായോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളിൽ, അതായത് മുസ്ലിങ്ങളിൽപ്പെട്ട ഒരാളാണ് ചോദിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ജീവിതത്തിൽ പകർത്താൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് അയാൾ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എങ്ങനെയുള്ളതായിരുന്നു. അപ്പോൾ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ശീലിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് വേറെ എവിടെയും പരതേണ്ടതില്ല, ആരോടും ചോദിക്കേണ്ടതില്ല, ഖുർആൻ പിൻപറ്റിയാൽ മതി എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ അവിടെ പറയുന്നത്. അതുപോലും മനസ്സിലാക്കാൻ നമ്മളുടെ ജബ്ബാറിന് കഴിയില്ലെങ്കിൽ അയാൾ എത്രമാത്രം ബുദ്ധിഹീനനാണ് എന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും.